ഹായ് ഹലോ വെൽക്കം ടു അനദർ വീഡിയോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞപ്പോഴാണ് വീഡിയോ ഷൂട്ട് ചെയ്യണ കാര്യം എന്ന് ഓർത്തത്. ഇതിപ്പോൾ ലഞ്ച് പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടോ. വീട്ടിൽ വന്നാൽ ഇച്ചിരി മടി കൂടുതലാണ്. മെയിൻ കാര്യങ്ങളൊക്കെ അമ്മച്ചി ചെയ്യും, അപ്പം ഞാനും അനിയത്തി ഹെൽപ്പ് ചെയ്യും, അത്രേ ഉള്ളേ. ബാക്കി പിന്നെ നമ്മൾ റെസ്റ്റ് കൊടുക്കും കേട്ടോ. അപ്പോൾ കണ്ണ് തുറന്നാൽ അപ്പം തന്നെ ഫോൺ എടുക്കും എന്ന് പറഞ്ഞിട്ട് അമ്മ എന്നെ ഇതിൻ്റെ ഇടയിൽ നല്ല വഴക്കും പറയുന്നുണ്ട്. ഇപ്പോൾ ബീഫ് കട്ട് ചെയ്യണത് എപ്പോഴും അപ്പയുടെ ജോലിയാണ് കേട്ടോ. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ലൈം ജ്യൂസൊക്കെ ഉണ്ടാക്കി കുടിക്കുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ സ്വന്തമായിട്ട് ലൈം ജ്യൂസൊക്കെ ഉണ്ടാക്കി കുടിക്കുമ്പോൾ ഇത്രയും ടേസ്റ്റ് ഒന്നും ഉണ്ടാവാറില്ല. പക്ഷേ ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കി തരുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ തോന്നിയിട്ടുണ്ടോ? ഈ ഒരു ടേസ്റ്റ് ഡിഫറൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. അമ്മച്ചി കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഇവിടെ വന്നിരുന്നു കേട്ടോ. അപ്പോൾ പിള്ളേർ ഇവിടെ ലേസൊക്കെ കഴിക്കാനായിട്ട് എടുക്കുന്നുണ്ട്. അനിയത്തി ഇതാ അവളുടെ ജോലി തുടങ്ങി അച്ചിങ് ഓടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ജോലി എന്ന് പറയുന്നത് കോളിഫ്ലവർ കട്ട് ചെയ്യലാണ് കേട്ടോ. അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള കോളിഫ്ലവർ ആയിരുന്നേ. എപ്പോഴും പണ്ട് മുതലേ വീട്ടിൽ കോളിഫ്ലവർ വാങ്ങുമ്പോഴത്തേനും ഉണ്ടല്ലോ അത് ക്ലീൻ ചെയ്യണതും കട്ട് ചെയ്യണതൊക്കെ ഞാൻ തന്നെയാണ് കേട്ടോ. എന്തോ അത് ഞാൻ ചെയ്യുമ്പോൾ കുറച്ചും കൂടി പെർഫെക്ഷൻ കൂടുതലാണെന്നാണ് കേട്ടോ അമ്മയുടെ അഭിപ്രായം. അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ എല്ലാവർക്കും കോളിഫ്ലവർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ പിന്നത്തേക്ക് മാറ്റി വെക്കുന്നില്ല, ഇപ്പം തന്നെ കൈയോടെ അങ്ങോട്ട് അതും ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാ ഞാൻ എൻ്റെ പണി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉണ്ടല്ലോ, നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ കമൻസും കൂടി ചെയ്യുക കേട്ടോ. വീഡിയോ കാണുന്ന പല ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. അപ്പോൾ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണേ. ഇതിൻ്റെ ഇടയിൽ അമ്മച്ചി നല്ല ഇഞ്ചി ചായ ഇട്ടുകൊണ്ട് വന്നേ. അപ്പോൾ എല്ലാവരും കൂടി റെസ്റ്റൊക്കെ എടുത്ത് കുറേ നേരം ഇരുന്ന് ചായയൊക്കെ കുടിച്ചിട്ടോ. അപ്പോൾ ടി വിയും ഫോണും ഒന്നുമില്ലാതെ കുറേ നേരം ഇരുന്ന് സംസാരിച്ചോട്ടോ ഞങ്ങൾ. അതിൻ്റെ ഇടയിൽ അമ്മച്ചി മീനൊക്കെ വറുക്കാൻ മസാലയൊക്കെ തേച്ച് വെച്ചായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് നേരം മാരിനേറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. അതിനുശേഷം എന്താ മീൻ കറി വെക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള തേങ്ങയും അരക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇത്രയൊക്കെ പണികൾ അടുക്കളയിൽ നടന്നെങ്കിലും ഞാനും അനിയത്തിയും അപ്പോഴും നമ്മുടെ പച്ചക്കറിയൊക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരു മാറ്റവും ഇല്ല. കാരണം നമ്മൾ വീട്ടിൽ വരുമ്പോഴാണല്ലോ ഇങ്ങനെ ഒരുപാട് നേരം സംസാരിക്കാനൊക്കെ കിട്ടുന്നത്. അപ്പം ഞാനും അവളും അത് മാക്സിമം എൻജോയ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ പതുക്കെ വർത്താനൊക്കെ പറഞ്ഞ് ഓരോ കോമഡിയൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണേ. നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഈ ക്ലൈമറ്റ് കണ്ടപ്പോൾ എനിക്കൊന്ന് ഷൂട്ട് ചെയ്യാൻ തോന്നി കേട്ടോ. അപ്പോൾ രാവിലെ വരെ ഭയങ്കര മഴയായിരുന്നു കേട്ടോ. അപ്പോൾ പള്ളിയിൽ പോകുന്ന സമയത്തൊക്കെ നല്ല മഴയുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം മഴയൊക്കെ മാറി കേട്ടോ. ഇതാ ഇവിടെ ഒരാൾ ലൈം ജ്യൂസിന് ഭയങ്കര ചൂടുണ്ടെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ചൂട് ആറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അരമണിക്കൂറായി 2 ഗ്ലാസ് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആറ്റിക്കൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ പകുതി ഇതാ താഴെ തന്നെ കിടക്കുന്നുണ്ട്. അവളുടെ പുറകെ നമ്മൾ തുണിയായിട്ട് നടക്കുകയാണ് കേട്ടോ. പോകുന്ന സ്ഥലം മുഴുവനും ഈ ലൈം ജ്യൂസ് ആക്കിക്കൊണ്ടാണ് കേട്ടോ ഈ പോകുന്നത്. അപ്പം ഞങ്ങളിതാ ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് എവിടെ ചെന്ന് അവസാനിക്കും എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആൾ ആരെയും മൈൻഡ് ചെയ്യുന്നില്ല, ഭയങ്കര തിരക്കിൽ ചൂടാറ്റിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണേ. ആ സമയത്താണ് കേട്ടോ കാറിൻ്റെ ബാക്ക് ഡോറിൽ നിന്ന് ഉറുമ്പ് വരണമെന്നും പറഞ്ഞിട്ട് അപ്പം വന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഇവർ 3 പേരും കൂടി ഉറുമ്പിനെ കളയാൻ വേണ്ടിയിട്ട് പോയിട്ട്. അപ്പോൾ പിള്ളേർക്ക് ഭയങ്കര എൻജോയ്മെൻറ്റായി. കാറൊക്കെ തുറന്നിടുമ്പോൾ പിന്നെ അതിൻ്റെ ഉള്ളിലൊക്കെ കയറിയിരുന്ന് കളിക്കാമല്ലോ. കാരണം ഭയങ്കര ഹാപ്പി ആയിട്ടോ പിള്ളേർ. അപ്പോൾ അതാ അങ്ങനെ വണ്ടിയൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് അപ്പയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അപ്പം തന്നെ ഇനീഷ്യേറ്റീവ് എടുത്ത് നമ്മുടെ കാറിൻ്റെ ബാക്ക് സൈഡൊക്കെ തുടച്ച് ക്ലീൻ ആക്കുകയാണ് കേട്ടോ. അപ്പോൾ അതായത് ബീഫ് ഉപ്പിലിട്ടതാണ്. അപ്പോൾ ഉപ്പിൽ വേവിച്ചതാണ്. അപ്പോൾ കണ്ടാൽ വലിയ ലുക്കില്ല, പക്ഷേ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇതുണ്ടാക്കുന്ന റെസിപ്പി ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ വേണ്ടവർ അതൊന്ന് ചെക്ക് ചെയ്തിട്ട് ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതായത് ഇവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് അമ്മച്ചി ഉണ്ടാക്കിയതാണ്. പക്ഷേ ആരും വന്നില്ല. എല്ലാവരും കാറ് ക്ലീൻ ചെയ്യണ തിരക്കായതുകൊണ്ടിട്ട് ഞാനും അനിയത്തിയും കൂടി അത് ഫുള്ള് കഴിച്ച് തീർത്തിട്ടോ. അപ്പോൾ അതായത് വീടിൻ്റെ ബാക്ക് സൈഡിലുള്ള മുരിങ്ങയിലയാണ്. നല്ല ഫ്രഷാണ് കേട്ടോ. അപ്പോൾ തോരനൊക്കെ വെക്കാൻ പറ്റിയ പാകമാണ്. നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇലയൊക്കെ നല്ല കിളുന്ത ഇലയാണ്. പക്ഷെ ഇപ്പോൾ കർക്കിടകം ആയതുകൊണ്ടിട്ട് ഇത് എടുക്കാൻ പറ്റില്ല എന്നാണ് അമ്മച്ചി പറയുന്നത് കേട്ടോ. ഈ ഓറഞ്ച് കളറിലെ ഈ പൂവിൻ്റെ പേര് നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞങ്ങളുടെ ഇവിടെ കനകാംബരം എന്നാണ് പറയുന്നത്.
ഞാൻ ടെറസിലൊക്കെ കയറി വന്ന് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ മീനൊക്കെ ഫ്രൈ ചെയ്യാനായിട്ട് ഇവിടെ തുടങ്ങി കേട്ടോ. അപ്പോൾ സ്മെല്ല് കേട്ടിട്ടാണ് ഞാൻ താഴോട്ട് വന്നത്. അപ്പോൾ സ്മെല്ല് വന്നിട്ട് ഇവിടെ ഒന്ന് നിൽക്കാൻ പോലും പറ്റില്ല കേട്ടോ, അത്രയ്ക്ക് സ്മെല്ലാണ്. നല്ല ഫ്രഷ് ഫിഷിൻ്റെ മണമാണ് കേട്ടോ. അപ്പോൾ കറിയും ഇവിടെ ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല തേങ്ങയൊക്കെ അരച്ച് കുടംപുളിയൊക്കെ ചേർത്ത് നല്ല കുറുകിയ ചാറുള്ള മീൻകറിയാണ്. കപ്പയുടെ കൂടെ കഴിച്ചാൽ നല്ല സൂപ്പറായിരിക്കും കേട്ടോ. ഓരോ കറിയും റെഡിയാകുമ്പോൾ അമ്മച്ചി അത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്കൊക്കെ തരുന്നുണ്ടായിരുന്നു കേട്ടോ. എന്തൊക്കെ കറി ഉണ്ടെങ്കിലും ഏതെങ്കിലും ഒരു പച്ചക്കറി ഞങ്ങൾക്കിവിടെ എല്ലാവർക്കും നിർബന്ധമാണ്. അപ്പോൾ അച്ചിങ്ങ മെഴുക്കുരുട്ടിയാണ് എടുത്തത് കേട്ടോ. അപ്പോൾ നല്ല വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ട് അതേപോലെ ചതച്ച മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ചേർത്തിട്ടുള്ള നല്ലൊരു അച്ചിങ്ങ കേട്ടോ. ഇവിടെ പച്ചക്കറി എന്തുണ്ടാക്കുകയാണെങ്കിലും അതിൻ്റെ ആ കളറോടെ തന്നെ കഴിക്കണതാണ് എല്ലാവർക്കും ഇഷ്ടം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതാ നമ്മുടെ ഇനിയിപ്പോൾ ചോറ് വിളമ്പുകയാണേ. രാവിലത്തെ ചിക്കൻ കറി ഉണ്ട്, പക്ഷെ അത് ഞാൻ എടുത്തില്ല കേട്ടോ. എനിക്ക് ഇപ്പോഴത്തെ ഫ്രഷ് ആയിട്ടുള്ള കറികൾ കൂട്ടി കഴിക്കാനാണ്. അപ്പോൾ അതുകൊണ്ട് ഇതാ ഒരു വലിയ പീസ് മീൻ വറുത്ത എടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ അച്ചിങ്ങ നല്ല പച്ച കളറിലുള്ള അച്ചിങ്ങ മെഴുക്കുവരട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ ബീഫ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അപ്പോൾ ഉപ്പിൽ വെന്തതാണ്. അപ്പോൾ അതും ചോറിൻ്റെ നടുക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ ചാറൊക്കെ കൂട്ടി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ ഇതാ നമ്മുടെ ഫിഷ് കറി, നല്ല ചൂടുള്ള നല്ല ഫിഷ് കറി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫിഷ് കറിയിൽ എനിക്ക് എപ്പോഴും മീനിൻ്റെ തല കഴിക്കാനാട്ടോ കൂടുതലിഷ്ടം. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ എന്താ തലയുടെ ഒരു പീസും കൂടിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ കുറച്ച് ചാറും അതിൻ്റെ മീതെ തന്നെ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കൂട്ടിയിട്ട് നമുക്കിതാ ലഞ്ച് കഴിക്കാം. അപ്പോൾ ഇതാ ആദ്യം തന്നെ ഇതാ ബീഫൊക്കെ ഞാൻ നന്നായിട്ടൊന്ന് നന്നായിട്ട് കുഴച്ചിട്ട് കുറച്ച് അച്ചിങ്ങ മെഴുക്ക് വരട്ടി എടുത്ത് വെച്ചു. അതിൻ്റെ കൂടെ വറുത്ത മീനിൻ്റെ ഒരു കഷ്ണം അതും എടുത്ത് വെച്ചു. പിന്നെ ഇതാ നമ്മുടെ കറി വെച്ച മീനിൻ്റെ ഒരു പീസ് അതും കൂടി എടുത്ത് വെച്ചിട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തിട്ട് എല്ലാം കൂട്ടിയിട്ട് വേണം കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോഴാണ് എല്ലാത്തിൻ്റെയും കൂടി ഫ്ലേവർ കിട്ടുക കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എല്ലാം നല്ല ചൂട് ഫ്രഷ് കറികളായിരുന്നത് കൊണ്ട് തന്നെ. പക്ഷേ ഞാൻ പിന്നെ വിചാരിച്ചേ മീൻകറി വേണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നി. അപ്പോൾ അതൊക്കെ ലഞ്ചൊക്കെ കഴിച്ചിട്ട് എല്ലാവരും ഇവിടെ ഇരുന്ന് വർത്താനം പറയുകയാണേ. അപ്പോൾ ഒരാൾ ഡാഡിയുടെ മടിയിൽ കയറിയിരിക്കുന്നുണ്ട് കേട്ടോ. ഇവളങ്ങനെ എല്ലാവരുമായിട്ട് അത്ര അങ്ങോട്ട് പെട്ടെന്ന് മിങ്കിളാവില്ല, പക്ഷേ ചേട്ടനായിട്ട് ഭയങ്കര കമ്പനിയാണ്. അപ്പോൾ വൈകിട്ട് ചായയുടെ സമയമായി. ബ്രെഡും രാവിലത്തെ ചിക്കൻ കറി ഉണ്ടായിരുന്നു. ചിക്കൻ കറിയിൽ കിഴങ്ങിട്ട് വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ അത് എല്ലാവരും കൂടിയിട്ട് കഴിക്കുകയാണ്. പക്ഷേ എനിക്ക് ചായയുടെ കൂടെ വെറുതെ ബ്രെഡ് ചായയിൽ മുക്കി കഴിക്കാനാണ് ഇഷ്ടം കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെയാണ് കഴിച്ചത്. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ. ബൈ.